ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആദ്യം 15 താരങ്ങൾ ബ്രസീലിയൻ ക്യാമ്പിൽ എത്തി. പിന്നീട് 3 താരങ്ങൾ ഒഴികെ 23 താരങ്ങൾ ബ്രസീലിയൻ ക്യാമ്പിൽ എത്തിയിരുന്നു. ഇപ്പോൾ 3 താരങ്ങൾ കൂടി ബ്രസീലിയൻ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാർക്കിഞ്ഞോസ്, ബെറാൾഡോ, അതുപോലെ തന്നെ കാർലോസ് അഗുസ്റ്റോ എന്നിവരായിരുന്നു ഏറ്റവും ഒടുവിൽ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്തത്. ഇന്നലെ ആദ്യത്തെ ട്രെയിനിങ് സെഷൻ ബ്രസീൽ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ആദ്യത്തെ ട്രെയിനിങ് സെഷൻ ആയിരുന്നു. ആദ്യത്തെ 15 മിനിറ്റ് വീക്ഷിക്കാൻ 100ഓളം മാധ്യമ പ്രവർത്തകരായിരുന്നു എത്തിയിരുന്നത്. ഇത് കാർലോ ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു അനുഭവമായിരുന്നു. മാധ്യമ പ്രവർത്തകരെ അങ്ങോട്ട് പരിഗണിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ്ങിലേക്ക് കടത്തിവിടാൻ അദ്ദേഹത്തിന് ആദ്യം മടിയുണ്ടായിരുന്നു. പക്ഷേ CBFന്റെ നിർദ്ദേശപ്രകാരം അതിനുള്ള അനുമതി ആഞ്ചലോട്ടി നൽകി. ഏതായാലും TNT സ്പോർട്സ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപ്ഡേറ്റുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ എന്താണ് ആഞ്ചലോട്ടി ചെയ്തത്, അതിനുള്ള 2 പോയിന്റുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഈ ഒരു ട്രെയിനിങ്ങിൽ പരിശീലകൻ ചെയ്തത് എല്ലാ താരങ്ങളെയും വീക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. ദൂരെ നിന്ന് വീക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. താരങ്ങളുമായി ആഞ്ചലോട്ടി അധികമൊന്നും സംസാരിച്ചിട്ടില്ല. മറിച്ച് അവരുടെ പ്രകടനം വീക്ഷിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. സൈഡിൽ വെച്ചുകൊണ്ട് 2 താരങ്ങളുമായാണ് ആകെ കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുള്ളത്. അത് റിച്ചാർലിസണും അതുപോലെ തന്നെ റാഫീഞ്ഞയുമായാണ്. ആദ്യത്തെ മത്സരത്തിന് റാഫീഞ്ഞ ഉണ്ടാവില്ല, അദ്ദേഹത്തിന് സസ്പെൻഷനാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായും കാർലോ ആഞ്ചലോട്ടി ഇന്നലെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പതിയെ വർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. ആദ്യം എല്ലാ താരങ്ങളെയും നിരീക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയാണ് ലൈനപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കാർലോ ആഞ്ചലോട്ടി കടക്കുക. ഏതായാലും ജൂൺ 6-ാം തീയതി നടക്കുന്ന മത്സരത്തിലാണ് ബ്രസീൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. എതിരാളികൾ ഇക്വഡോറാണ്. ജൂൺ 6-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 ഈ ഒരു മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.